ചികിത്സ തേടി കേരളത്തിലെത്തിയ 56 പാക് പൗരന്മാർക്ക് ഉടൻ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. നിലവിൽ കേരളത്തിലുള്ള പാകിസ്ഥാനി പൗരന്മാർ 102 പേർ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. ഇതിൽ പകുതി പേരും ചികിത്സാ സംബന്ധമായ മെഡിക്കൽ വീസയിലാണ് എത്തിയത്. കുറച്ചുപേർ വ്യാപാര ആവശ്യങ്ങൾക്കായി എത്തിയവരുമുണ്ട്. ഇവരെല്ലാം ഉടൻ രാജ്യം വിടേണ്ടി വരും. മെഡിക്കൽ വീസയിൽ എത്തിയവർ ഈ മാസം 29-നും മറ്റുള്ളവർ 27-നും മുൻപും രാജ്യം വിടണമെന്നാണ് നിർദ്ദേശം. തമിഴ്നാട്ടിലുള്ള 200ഓളം പാക് പൗരന്മാരും മടങ്ങേണ്ടി വരും. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലെ ഇന്ത്യൻ തീരുമാനങ്ങളാണ് ഇതിന് കാരണം. അതിവേഗം മടങ്ങാനുള്ള നടപടികൾ എടുക്കാൻ വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള എല്ലാതരം വീസ സേവനങ്ങളും ഇന്ത്യ സസ്പെൻഡ് ചെയ്തിരുന്നു. വിദ്യാർത്ഥി വീസയിലും മെഡിക്കൽ വീസയിലും എത്തിയവർ ഉൾപ്പെടെ മടങ്ങണം. പാകിസ്ഥാനിൽ ആരോഗ്യ സംവിധാനം വളരെ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ പലരും ഇന്ത്യയെയാണ് ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത്. കേരളത്തിൽ എത്തുന്നവരും ഏറെയാണ്. ഇതിൽ പലരും ചികിത്സയ്ക്കിടയിലാണ്. ഇതിനിടയിലാണ് മടങ്ങിപ്പോകാനുള്ള നിർദ്ദേശം എത്തുന്നത്. പാകിസ്ഥാനിൽ നിന്നെത്തി നിരവധി വിദ്യാർത്ഥികൾ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്നുണ്ട്. പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ഇന്ത്യക്കാരോടും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പാക് പൗരന്മാർക്ക് നിലവിൽ അനുവദിച്ച എല്ലാ വീസകളുടെയും കാലാവധി ഈ മാസം 27-ന് കഴിഞ്ഞതായി കണക്കാക്കും. മെഡിക്കൽ വിസ ലഭിച്ചവർക്കും മടങ്ങാൻ 29 വരെ സമയമുണ്ട്. ഹിന്ദുക്കളായ പാക് പൗരന്മാർക്കുള്ള ദീർഘകാല വിസയ്ക്ക് മാത്രം വിലക്കില്ല. ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ പോലും സാധ്യതയുണ്ട്. ഇന്ത്യയിലുള്ള പാക് പൗരന്മാരുടെ വിശദാംശങ്ങൾ ഇന്റലിജൻസ് ബ്യൂറോയും ശേഖരിക്കുന്നുണ്ട്. വിസ ഇളവ് പദ്ധതിയിലൂടെ പാക് പൗരന്മാർക്ക് ഇന്ത്യയിൽ പ്രവേശിക്കാനാകില്ലെന്നും അത്തരത്തിൽ ഇതിനകം എത്തിയവർ 48 മണിക്കൂറിനകം രാജ്യം വിടണമെന്നും കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഇവർക്കുള്ള സമയപരിധി ഏകദേശം അവസാനിച്ചു എന്ന് വേണം പറയാൻ. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ടുള്ള വിജ്ഞാപനവും കേന്ദ്ര സർക്കാർ ഇറക്കിക്കഴിഞ്ഞു. പഞ്ചാബിലെ അട്ടാരി, ഹുസൈനിവാല, സഡ്കി അതിർത്തികളിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സുമായി ചേർന്ന് BSF ദിവസേന വൈകിട്ട് നടത്താറുള്ള റിട്രീറ്റ് സെറിമണി ഒഴിവാക്കി. ഇരു രാജ്യങ്ങളുടെയും സൈനിക കമാൻഡർമാർ നടത്തിവരുന്ന പ്രതീകാത്മക ഹസ്തദാനം വേണ്ടെന്ന് വെച്ചു. ഇരുഭാഗത്തിന്റെയും ഗേറ്റുകളും പരേഡിൽ ഉടനീളം അടഞ്ഞുകിടക്കും. കൂടാതെ സിംല കരാർ ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണിപ്പോൾ. 1972-ൽ ഒപ്പുവെച്ച ഈ സമാധാന കരാർ മരവിപ്പിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സ്വീകരിച്ച കടുത്ത നടപടികൾക്കുള്ള ബദലായാണ് സിംല കരാർ മരവിപ്പിച്ചതടക്കമുള്ള പാക് നടപടികൾ. 1971-ലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ സമാധാന ഉടമ്പടിയാണ് സിംല കരാർ. 1972 ജൂലൈ 2-നാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാക് പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയും കരാറിൽ ഒപ്പുവെച്ചത്. ബംഗ്ലാദേശിനെ മോചിപ്പിച്ച യുദ്ധത്തിൽ സമ്പൂർണ്ണ ജയം ഇന്ത്യക്കായിരുന്നു. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനും സംഘർഷം അവസാനിപ്പിക്കാനുമാണ് രണ്ടു നേതാക്കളും സിംലയിൽ സമ്മേളിച്ചത്. ഉഭയകക്ഷി ചർച്ചകളുടെ പ്രശ്നം പരിഹരിക്കാൻ രണ്ടു കൂട്ടരും സമ്മതിക്കുകയായിരുന്നു. സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്കും കനത്ത തിരിച്ചടിയായിരിക്കും. നിർണായക ജലവിഭവ ഡാറ്റ കൈമാറ്റത്തെയും സുപ്രധാന വിള സീസണിലെ ജലമൊഴുക്കിനെയും ഇത് ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നിരുന്നാലും സിന്ധു നദീതടത്തിലെ പടിഞ്ഞാറൻ നദികളുടെ മുഴുവൻ വിഹിതവും ഉപയോഗപ്പെടുത്തുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വേഗത്തിൽ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ കഴിവിനെ ആശ്രയിച്ചാവും ദീർഘകാല ആഘാതം. ഈ പ്രക്രിയയ്ക്ക് 1 ദശാബ്ദമോ അതിൽ കൂടുതലോ എടുത്തേക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.